ഹലോ, അപ്പോൾ ഇന്നൊരു കല്യാണ വിശേഷമാണ് കേട്ടോ. ഞാനും അമ്മായിയും കൂടി പോകുന്നത് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഇളയച്ചിയുടെ മോളെ കല്യാണമായിരുന്നു. നമ്മുടെ വെള്ളാഞ്ചേരി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ചെന്നപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. ആർക്ക് വേണ്ടി? ചെക്കനും പെണ്ണിനും വേണ്ടിയിട്ട്. ചെക്കനും പെണ്ണും താലിയൊക്കെ കിട്ടിയത് അമ്പലത്തിലായ കാരണം കൊണ്ട് അവരവിടെ നിന്ന് തുളസിമാലയൊക്കെ ഇട്ടിട്ടാട്ടോ വന്നത്. വന്നപാട് സ്നേഹിട്ടി കണ്ട് ഹായ് ഒക്കെ പറഞ്ഞു. പിന്നെ അവർ സ്വീകരിക്കുന്ന ചടങ്ങുകളൊക്കെ ആയിരുന്നു. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ട് ഭയങ്കര ചൂടുമായിരുന്നു. മാത്രമല്ല കട്ട പോസ്റ്റ് ആയിരുന്നു കേട്ടോ. അമ്മായിനെ അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലിരുത്തിയിട്ട് ഞാൻ പുറത്തിറങ്ങി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കൂടെ ആണെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല. ഏട്ടനും എടുത്തമ്മയൊക്കെ ഓൺ ദ വേ ആയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ മേമയുടെ ഫാമിലി. അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഏട്ടനും എഴുത്തിമ്മയും വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഏട്ടനും എഴുത്തിമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തു. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാനും ഏട്ടനും വന്ന് വീഡിയോസൊക്കെ ഇടുന്ന കാരണം കൊണ്ട് കുറേ വീഡിയോസും തലങ്ങും വിലങ്ങും നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. കുറേ കുടുംബക്കാരെ കണ്ട് കുറേ നാളുകൾക്ക് ശേഷമായിട്ട് എല്ലാവരും കാണുന്നതും കുറേ നേരമായിട്ട് സംസാരിച്ചിരിക്കുന്നതൊക്കെ. പിന്നെ ഒരാളെ പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ മേമയുടെ മോനാണോ. 10 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നതാണ് കേട്ടോ. പെങ്ങളൂട്ടറെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നിട്ട്, അതായത് കല്യാണം വീട്ടിൽ ചെന്നിട്ട് ഓനെ മാത്രം കണ്ടിരുന്നില്ല. പെട്ടെന്നാണോ ഞങ്ങളൊക്കെ കണ്ടത് കേട്ടോ. പിന്നെ സ്റ്റേജിൽ തകർപ്പും ഫോട്ടോഷൂട്ടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഒരു കൂട്ടം ജനങ്ങൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം എന്താ, ചോറ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഏർത്തിയമ്മ ഞാനും അമ്മായും കുട്ടികളൊക്കെ പെറുക്കി കൂട്ടിയിട്ട് ചോറുണ്ണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പിന്നെ ഏട്ടനെ അവിടെ നിന്ന് വഴിയിൽ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടി ഇരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടും ചിരിയും കളിയും വർത്താനം തന്നെയായിരുന്നു. കാരണം കുറേ റോ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളെ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചോറും ഇലയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏട്ടനാണെങ്കിൽ കുറേ നേരം ഒരു വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എത്തുമ്പോൾ പറയായിരുന്നു ഒരു വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ കാറ്ററിംഗ് ആണെങ്കിൽ ചേച്ചിമാരായിരുന്നു കേട്ടോ. അവരെ സർവീസ് നല്ലതായിരുന്നു, ഫുഡും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല ഫുഡ് വല്ലാതെ കഴിക്കാനായിട്ട് പറ്റിയില്ല. കാരണം നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ ഉണ്ണുന്നതിൻ്റെ മുന്നേ 3-4 ഗ്ലാസ് വെള്ളം കുടിച്ചതിൻ്റെ ശേഷമാണ് ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയത്. എന്നാലും സദ്യയല്ലേ, നമ്മൾ വിടൂലല്ലോ. സദ്യ നല്ല സാമ്പാറും നല്ല ചൂട് പപ്പടം ഉണ്ടായിരുന്നു. അതും അപ്പം വറുത്തെടുത്ത പപ്പടമായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. ചേച്ചി പ്രത്യേകം പറയുന്നു മക്കളെ ചൂടുണ്ട് ചൂടുണ്ട് എന്നുള്ളത്. തിന്നുകൊണ്ടിരിക്കുമ്പോഴും ചില വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ബസ്സിൽ വരുന്നുണ്ടല്ലോ, അന്നത്തെ ഡ്രൈവർ നമ്മുടെ അളിയനാണ് കേട്ടോ. അളിയനുണ്ടായിരുന്ന കല്യാണം, പക്ഷേ ലീവ് കിട്ടാത്ത കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല. പായസം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ബസ് നിർത്തിയത് തന്നെ. പിന്നെ പെണ്ണൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വിശേഷം. ഓക്കെ, ബൈ, ടാറ്റാ.